എൻ്റെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും ആദ്യം കണ്ട ഒരു മലയാള സിനിമ പാടുന്ന പുഴയായിരിക്കണം. അത് ചേരാനല്ലൂർ പണ്ടുണ്ടായിരുന്ന ബീര ടാക്കീസിൽ എൻ്റെ അമ്മയും എൻ്റെ അനുജനും ചിറ്റമ്മയും കൂടി പോയി കണ്ടതാണ്. 1968 ഡിസംബറിലോ മറ്റോ ആയിരിക്കാം. ഞാനന്ന് 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതിന് മുമ്പ് ചിലപ്പോൾ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ പാടുന്ന പുഴയാണ്. അതിലെ ചില രംഗങ്ങളും ഗാനങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പാടുന്നു പുഴ പാടുന്നു എന്ന പാട്ടിങ്ങനെ ആവർത്തിച്ച് വരുന്നു. അതുപോലെ KP ഉമ്മർ അവസാന രംഗത്തിൽ വന്നിട്ട് അമ്മേ ഞാൻ വിഷം കഴിച്ചു എന്ന് പറഞ്ഞ് കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്രേം നസീർ ഷീലയുമായിരുന്നു ആ സിനിമയിലെ നായകന്മാർ എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതിൽ പ്രസിദ്ധമായ ഒരുപാട് ഗാനങ്ങളുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നാരംഭിക്കുന്ന ഗാനമാണ്. അത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ 1968 ഞാൻ ആദ്യമായി കണ്ട സിനിമയിൽ ഗാനങ്ങൾ എഴുതിയത് ശ്രീകുമാരൻ നമ്പിയായിരുന്നു. അതിനും 2-3 വർഷം മുമ്പ് അദ്ദേഹം ഈ രംഗത്തുണ്ട്. ഞാൻ ഈ സിനിമ കാണുന്ന കാലത്ത് തന്നെ വെളുത്ത കത്രീനയിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റാണ്. അതുപോലെ തന്നെ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. അതുപോലെ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, അതൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തത്തിക്കളിക്കുന്ന കാലമാണ്. അങ്ങനെ അത്രയും സീനിയറായിട്ടുള്ള ഒരു ഗാനരേതാവാണ് ഈ ശ്രീകുമാരൻ നമ്പി. വയലാർ രാമവർമ്മയുണ്ട്, P. ഭാസ്കരനുണ്ട്, ONV കുറുപ്പ് വളരെ സജീവമായിട്ടല്ല എങ്കിലും അന്ന് രംഗത്തുമുണ്ട്. യൂസഫ് അലി കേച്ചേരി നില ഉറപ്പിച്ച് കഴിഞ്ഞു. അങ്ങനൊരു സമയത്ത് ഇവരുടെയൊക്കെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുകയും വയലാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം പാട്ടുകൾ എഴുതുന്ന ആൾ എന്ന ആ ഒരു പ്രസിദ്ധി കൈവരിക്കുകയും ചെയ്ത അന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ ശ്രീകുമാരൻ നമ്പി. അദ്ദേഹം ദക്ഷിണാമൂർത്തിയും മൊത്തമാണ് ആദ്യകാലത്ത് ഒരുപാട് ഹിറ്റുകൾ സൃഷ്ടിച്ചത്. ഈ പാടുന്ന പുഴയിലാണെങ്കിലും അതുപോലെ ഭാര്യമാർ സൂക്ഷിക്കയിലാണെങ്കിലും ഒക്കെ ദക്ഷിണാമൂർത്തിയാണ്. പിന്നീട് MS വിശ്വനാഥനും ഒന്നിച്ച് ഒരുപാട് ഗാനങ്ങളുണ്ട്. പിന്നെ MK അർജുനൻ. ഇങ്ങനെ ഒരു കാലത്ത് ഒരുപാട് ഗാനങ്ങൾ രചിച്ച ആളാണ് വയലാർ ദേവരാജൻ കാലത്തിന് ശേഷം. പിന്നീട് വയലാറിനും ഭാസ്കരനും പിന്നാലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ബിച്ചു തിരുമല മുതൽ ഗിരീഷ് പുത്തഞ്ചേരി വരെ ഒരുപാട് ഗാനരചയിതാക്കൾ നമ്മുടെ മലയാള സിനിമാ ഗാനരംഗത്ത് വന്നു. അപ്പോഴൊന്നും ഇദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇല്ലാതായില്ല. പുള്ളി ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു, സംവിധാനം ചെയ്തു, തിരക്കഥ എഴുതി. അങ്ങനെ മലയാള സിനിമാ രംഗത്ത് ഒരു നിത്യ സാന്നിധ്യമാണ് ശ്രീകുമാരൻ നമ്പി. അദ്ദേഹം ഈ വലിയ ദേഷ്യക്കാരൻ മഹാതണ്ടനുമായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ദേവരാജൻ മാഷായിട്ട് തെറ്റിയ സമയത്ത് തമ്പിയുടെ പാട്ടുകൾക്ക് ഞാനിനി സംഗീതം നൽകുകയില്ല എന്ന് ദേവരാജൻ മാഷ് പറഞ്ഞപ്പോൾ ദേവരാജൻ മാഷ് ഇല്ലെങ്കിലും എൻ്റെ പാട്ടുകൾ നിലനിൽക്കും, മാഷിന് വേണ്ടി ഹാർമോണിയം വായിക്കുന്ന ആളെ കൊണ്ട് ഞാൻ ഹിറ്റുകൾ ഉണ്ടാക്കും എന്ന് വെല്ലുവിളിച്ച ആളാണ്. എന്നിട്ട് പള്ളുരുത്തിയിൽ നിന്ന് മാഷിൻ്റെ ഹാർമോണിയക്കാരനായിരുന്ന MK അർജുനെ വിളിച്ചു വരുത്തി പുതിയ ഒരു കൂട്ടുകെട്ട് അവിടെ ആരംഭിച്ചു. അതാണ് ശ്രീകുമാരൻ നമ്പി. അർജുനൻ സംഗീതം ചെയ്ത ആദ്യത്തെ പാട്ട് റെസ്റ്റ് ഹൗസ് എന്ന സിനിമ, ആദ്യത്തെ അല്ല, ശ്രീകുമാരൻ നമ്പിക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്തത് പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ് ഹിറ്റുകളായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയും കൊല്ലമായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെ നമ്മുടെ സാഹിത്യ അക്കാദമി സമീപിക്കുന്നു, കേരള ഗാനം എഴുതി തരണം എന്നാവശ്യപ്പെടുന്നു. സത്യം പറഞ്ഞാൽ സാഹിത്യ അക്കാദമിയോട് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുള്ള ആളല്ല ശ്രീകുമാരൻ നമ്പി. അദ്ദേഹത്തിന് അക്കാദമി ഇതുവരെ ഒരു അവാർഡ് കൊടുത്ത് ആദരിക്കുകയോ ഫെലോഷിപ്പ് കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് സമീപകാലത്ത് വയലാർ അവാർഡ് ലഭിച്ചു. പക്ഷേ കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് കാര്യമായ ഒരു പരിഗണന നൽകിയിട്ടില്ല. അക്കാദമി അവാർഡുകളൊക്കെ മിക്കവാറും കാക്കപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നതെന്നുള്ളത് ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. മറ്റ് അവാർഡുകളൊക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് പത്മശ്രീ പോലും കിട്ടിയിട്ടില്ല. ONV കുറുപ്പിന് പത്മവിഭൂഷൺ കൊടുത്ത് നമ്മുടെ രാജ്യം ആദരിച്ചു. കാരണം ONV കാക്കപിടുത്തത്തിൽ അദ്വിതീയനായ ഒരു കവിയായിരുന്നു. കവിതയേക്കാൾ കാക്കപിടുത്തത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം. ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മരിച്ചുപോയെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. ഇപ്പോൾ ഞാൻ മരിച്ചു പോയാലും സത്യം പറയണത് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ONVക്ക് കിട്ടിയ അംഗീകാരം ശ്രീകുമാരൻ നമ്പിക്ക് കിട്ടിയിട്ടില്ല. അതിൽ കുറഞ്ഞ അംഗീകാരവും കിട്ടിയിട്ടില്ല. അതിനൊക്കെ പല കലാകായിക വിനോദങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളത് പ്രസിദ്ധമാണ്. ഇങ്ങനെ ശ്രീകുമാരൻ നമ്പിയെ സാഹിത്യ അക്കാദമി സമീപിക്കുന്നു, ഗാനം എഴുതാൻ ആവശ്യപ്പെടുന്നു. 3000-ലധികം ഗാനങ്ങൾ എഴുതിയ ശ്രീകുമാരൻ നമ്പി ഏതായാലും സച്ചിദാനന്ദനും ഇതിൻ്റെ സെക്രട്ടറി അബൂബക്കറും ആവശ്യപ്പെട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഒരു ഗാനം എഴുതുന്നു. എഴുതിയ ഗാനം വായിച്ചിട്ട് അബൂബക്കർ സാഹിബിന് അത്രയും അങ്ങോട്ട് സൂചിച്ചില്ല. അദ്ദേഹം ഉദ്ദേശിച്ച അത്രയും പുരോഗതി അല്ലെങ്കിൽ നവോത്ഥാനം ഇതിനകത്ത് വന്നില്ല എന്ന് തോന്നി. അതിൻ്റെ പല്ലവി ഒന്ന് മാറ്റി എഴുതാമോ എന്ന് ചോദിച്ചു. ഉടനെ പല്ലവി മാറ്റി എഴുതി.
മാറ്റി എഴുതിയ പല്ലവി അയച്ചു കൊടുത്തു. സംഗതി പിന്നെ യാതൊരു അനക്കവുമില്ല. പിന്നീട് അദ്ദേഹം കാണുന്നത് ഈ ദൃശ്യമാധ്യമത്തിൽ കേരള ഗാനത്തിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു, എൻട്രികൾ ക്ഷണിക്കുന്നു. യോഗ്യരായ പാട്ടെഴുത്തുകാരിൽ നിന്നും കേരള ഗാനം ക്ഷണിക്കുന്നു എന്ന അറിവാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരസിച്ചതായിട്ടോ തിരസ്കരിച്ചതായിട്ടോ യാതൊരു അറിയിപ്പ് കൊടുക്കുന്നില്ല. അത് സ്വീകരിച്ചിട്ടുമില്ല, തിരസ്കരിച്ചിട്ടുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതിന് പിന്നാലെ ആരൊക്കെ എത്ര പേരെ അയച്ചു കൊടുത്തു നമുക്കറിയില്ല. BK ഹരിനാരായണൻ എന്ന ഒരു യുവ ഗാനരചയിതാവിനെ സാക്ഷാൽ സച്ചിദാനന്ദൻ വിളിച്ച് ഒരു ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ ഒരു ഗാനം എഴുതി സമർപ്പിക്കും. അത് വായിച്ച് നോക്കിയിട്ട് സച്ചിദാനന്ദൻ വലിയ കവിയുള്ളൂ, ദേശാന്തരിക മഹാകവിയാണ്. അദ്ദേഹം ഇത് വായിച്ചിട്ട് ചില തിരുത്തലുകൾ നിർദ്ദേശിക്കുന്നു. കാരണഭൂതനെയും മരുമോനെയും ഉദ്ദേശിച്ചായിരിക്കും തിരുത്തലുകൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും തിരുത്തലുകൾ വരുത്തിയ ആ കലാസൃഷ്ടിനി ബിജു ബാലനെ കൊണ്ട് സംഗീതം ചെയ്യിച്ച് കേരള ഗാനമാക്കാൻ അക്കാദമി തീരുമാനിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വിവാദമൊക്കെ ഉണ്ടാകുന്നത്. പ്രതിഫലം കൊടുത്തില്ല, അല്ലെങ്കിൽ കിട്ടിയ പ്രതിഫലം മൂക്കിപ്പൊടി വലിക്കാൻ പോലും തികയില്ല എന്ന് ബാലേന്ദ്രൻ പരിതപിച്ചത്. അതിന് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും കൊടുത്ത വലിയ പ്രാധാന്യം. ഇത് കണ്ടപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി സാറിന് ഈ പഴയ കാര്യം ഓർമ്മ വന്നത്. ഏത് കേരള ഗാനം ചോദിച്ച് വാങ്ങിച്ച് അതിനകത്ത് തിരുത്തൽ വരുത്തിയതിന് ശേഷം അത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാതെ പുതിയതായിട്ട് ഈ ഗാനത്തിന് അപേക്ഷകൾ സ്വീകരിച്ച സംഭവം. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. പിറ്റേ ദിവസം നേരം പെടുത്തപ്പോഴേക്കും അത് വലിയ വിവാദം. ആ സമയത്ത് സച്ചിദാനന്ദൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് ചെയ്യുന്നത്, ഞാനല്ല എന്ന് പറഞ്ഞ് ഊരാമരുന്നു. പുള്ളി അതിന് പകരം പറഞ്ഞു കവിത കിട്ടി. ശ്രീകുമാരൻ തമ്പി ഒരു കവിയാണ്, അദ്ദേഹം നല്ല സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിനിപ്പോൾ ഇയാളുടെ സർട്ടിഫിക്കറ്റുകളും വേണം. അത് ഈ നാട്ടിലെ ആളുകൾ പണ്ടേ അംഗീകരിച്ചല്ലേ, അതുകൊണ്ടല്ലേ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചികാരിയെ കണ്ടു എന്നുള്ള പാട്ട്, അതുകൊണ്ടല്ലേ നിലനിൽക്കുന്നത്. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്ത് എന്തുകൊണ്ട് നിലനിൽക്കുന്നത്? സച്ചിദാനന്ദൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണോ? അല്ല, ഈ നാട്ടിലെ ആളുകൾ അംഗീകരിച്ചു. ഗാനങ്ങൾ അംഗീകരിക്കുന്നത് ഗാന ആസ്വാദകരാണ്, നാട്ടുകാരാണ്. അതിന് ഈ ബുദ്ധിജീവികളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, സാഹിത്യ അക്കാദമിയുടെ ഫലകവും ആവശ്യമില്ല. ഈ നാട്ടിലെ ആളുകൾ ശ്രീകുമാരൻ തമ്പി ഒരു എണ്ണപ്പെട്ട പാട്ടെഴുത്തുകാരനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിന് അബൂബക്കറിനെയോ അല്ലെങ്കിൽ അശോകൻ ചെരുവിലിൻ്റെയോ സച്ചിദാനന്ദൻ്റെയോ യാതൊരു അംഗീകാരവും ഒരു ഓശാരവും വേണ്ട. നിങ്ങൾ വല്ല ബുദ്ധിജീവികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. സാധാരണക്കാരൻ അംഗീകരിച്ച ഒരു ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. വയലാർ, യൂസഫ് അലി കേച്ചേരി എന്നൊക്കെ പറയുന്ന പോലെ മലയാളികൾ സ്വീകരിച്ച ഒരു ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പൊതുവേ നല്ലതാണെങ്കിലും ഈ ഗാനം അത്ര നന്നായില്ല. അതാണ് സച്ചിദാനന്ദൻ്റെ തുറുപ്പ് ചീട്ട്. ഈ ഗാനം അത്ര നന്നായില്ല. ഇത് കമ്മിറ്റിയിൽപ്പെട്ട ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന രഹസ്യം അപ്പോഴും പുറത്തു വന്നു. കമ്മിറ്റിയിൽ തന്നെ സച്ചിദാനന്ദനുണ്ട്, അദ്ദേഹം തന്നെ വലിയ കവിയാണ്, പുള്ളിക്കാരനെ എഴുതിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഏഴാച്ചേരി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഗാനരചയിതാവ് ഉണ്ട്, ഒരു കവിയാണ്. ഏഴകളുടെ ചേരിയിൽ നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് പുള്ളിയുടെ പേര് തന്നെ ഏഴാച്ചേരി എന്നായിരുന്നു. ഇദ്ദേഹം നേരത്തെ ദേശാമാരി പത്രത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്, പുരോഗമന സാഹിത്യകാരനാണ്. നിരവധി അനവധി വിപ്ലവ ഗാനങ്ങൾ എഴുതിയ ആളാണ്. പുള്ളിയെ കൊണ്ട് എഴുതിച്ചാലും മതി, നല്ല ഒന്നാന്തരം ഗാനം കിട്ടിയത്. എന്തിനാണ് ഈ വെറുതെ ഇരുന്ന മനുഷ്യനെ വിളിച്ചു വരുത്തി നിങ്ങൾ ഗാനം എഴുതണം എന്ന് പറയും, പിന്നെ പല്ലവി മാറ്റി എഴുതിക്കും. അതിനുശേഷം അത് എന്നാൽ പിന്നെ കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതിനാൽ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കത്തയച്ചാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. ഇത് വിവാദമായപ്പോൾ പറഞ്ഞു ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കമ്മിറ്റിപ്പെട്ട ഒരാൾക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ TV ചാനലുകാർ വെറുതെ ഇരിക്കില്ലോ, അവരപ്പം തന്നെ ലീലാവതി ടീച്ചർ പോയി കണ്ടു. ടീച്ചർ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങിന് പോയിട്ടില്ല. ഇത്ര ആയപ്പോഴത്തേക്കും മന്ത്രി സജി ചെറിയാൻ ഉറക്കം വിട്ട് ഉണർന്നു. അദ്ദേഹം കുറച്ച് വൈകി ഉണരുന്ന ആൾ. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ പുള്ളി പല്ലൊക്കെ തേച്ച് കുളിച്ച് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് TV കാരുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി സാറ് മലയാളത്തിലുണ്ട ഒരു വലിയ മഹാനാണ്. ഒരു വരി കവിത പോലും വായിച്ചിട്ടുണ്ടാവില്ല സജി ചെറിയാൻ, എന്നാലും പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മാത്രമല്ല ശ്രീകുമാരൻ തമ്പിക്ക് വലിയ മാർക്സിസ്റ്റ് കണക്ഷൻ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മൂത്ത ജ്യേഷ്ഠൻ ആലപ്പുഴയിലെ പാർട്ടിക്കാരുടെ പ്രധാനപ്പെട്ട വക്കീലായിരുന്നു. ഒരുപാട് കൊലക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. ഒരു തവണ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലക്കെതിരെ മത്സരിച്ചിട്ടുണ്ട്. 1982 എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനാണ് ശ്രീകുമാരൻ തമ്പി. അതെങ്കിലും സജി ചെറിയാൻ അറിയാം. സജി ചെറിയാൻ പറഞ്ഞു ശ്രീകുമാരൻ തമ്പി നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് വളരെ അടുത്തുള്ള ആളല്ലേ, അദ്ദേഹത്തിൻ്റെ കവിത അങ്ങനെ തള്ളിക്കളയൊന്നുമില്ല, നമ്മളത് പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സച്ചിദാനന്ദൻ പിന്നെ ആപ്പിലായി. സച്ചിദാനന്ദൻ പറഞ്ഞു കവിത തള്ളിക്കളഞ്ഞിട്ടില്ല, കവിത തീരുമാനിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഹരിനാരായണൻ്റെ കവിതയുണ്ട്, ശ്രീകുമാരൻ തമ്പിയുടെ ഗാനമുണ്ട്, ഇതെല്ലാം പരിശോധിച്ച് കമ്മിറ്റി പിന്നീട് തീരുമാനിക്കാം. അപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി മറ്റൊരു സത്യം പറഞ്ഞത്, തന്തയ്ക്ക് പറയണം എന്ന്. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭംഗേന്ദ്രനെ സൂചിപ്പിച്ചത് അക്കാദമി പ്രസിഡൻറ്റിന് ഈ പറഞ്ഞ സാധനം ഇല്ല എന്നാണ്. സത്യം പറഞ്ഞാൽ
ഈ വേറെ ഏത് വാക്കുകൊണ്ടാണ് ഈ ഇങ്ങനൊരു സാഹചര്യത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? തന്തയില്ലായ്മ എന്നല്ലാതെ മലയാളത്തിൽ ഇതിന് കൃത്യമായ സഭ്യമായ ഒരു വാക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വെറുതെ ഇരുന്ന് ഒരാളെ വിളിച്ചു വരുത്തി കവിത എഴുതിക്കുക, കവിത എഴുതിച്ചാൽ അത് പോരാന്ന് തോന്നിയപ്പോൾ ഒരു പല്ലവി മാറ്റി എഴുതിക്കുക, പല്ലവി മാറ്റി എഴുതിയതിന് ശേഷം ഇത് നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ വേറൊരാളെ വിളിച്ച് പാട്ടെഴുതാൻ പറയുക, അയാളുടെ പാട്ട് സ്വീകരിക്കൂ എന്ന് പറയുക, മറ്റേയാളുടെ കവിത കൊള്ളൂല, ഇത് ക്ലീഷയാണെന്ന് പറയുക. അത് കഴിഞ്ഞ് വിവാദമായപ്പോൾ ഇല്ല അതും തള്ളിയിട്ടില്ല ഇതും തള്ളിയിട്ടില്ല, രണ്ടും കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷമേ പറയുള്ളൂ. എന്തൊരു അല്പത്തരമാണ്, എച്ചിത്തരം എന്നാണ് കൃത്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള വാക്ക്. ഇത്രയും അല്പനാകേണ്ട ആവശ്യമുണ്ട് ഈ സച്ചിദാനന്ദന്? ഇയാൾ വലിയ ബുദ്ധിജീവിയല്ലേ, മഹാചിന്തകനല്ലേ, സ്വന്തം കവിതയ്ക്ക് നിരൂപണം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നമ്മൾ ഇതാണോ പ്രതീക്ഷിക്കുന്നത്? ഇയാൾക്ക് ഇതുമ്പോൾ കടിച്ചു തൂങ്ങി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? 10-90 വയസ്സായില്ലേ, കുടുംബത്തിൽ പോയി കൊച്ചു പിള്ളേരെ കളിപ്പിച്ച് വീട്ടിലിരിക്കില്ലേ നല്ലത്? ഈ വയസ്സാം കാലത്ത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഈ വൃത്തികേട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അബൂബക്കറിനെ ചെയ്യാം, അശോകൻ ചെരുവിൽ ചെയ്യാം, അവരൊക്കെ പാർട്ടിയുടെ ചെലവിൽ ജീവിക്കുന്നവരാണ്. ഇയാൾക്ക് 1-2 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് മാസം മാസം. പുസ്തകങ്ങളുടെ റോയൽറ്റി വേറെയുണ്ട്. ഇയാളുടെ കവിതകൾ ഫ്രഞ്ചിൽ വന്നിട്ടുണ്ട്, ജർമ്മനിൽ വന്നിട്ടുണ്ട്, ബൾഗേറിയൻ ഭാഷയിൽ വന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പൈസ കിട്ടുന്നുണ്ട്. എന്തിനാണ് വെറുതെ ഈ നാറിയ പരിപാടിക്ക് നിൽക്കുന്നത്? സത്യം പറഞ്ഞാൽ നാണമാവുകയാണ്. ഇയാൾക്ക് നാണമില്ല ഉളുപ്പില്ല എന്ന് വെച്ചാൽ നമുക്കതുപോലെ പറ്റുമല്ലോ. ശ്രീകുമാരൻ തമ്പി വലിയ കവിയല്ല, അല്ലെങ്കിൽ ഗാനനേതാവല്ല എന്നൊക്കെ പുള്ളിക്ക് അഭിപ്രായം ഉണ്ടോ? എന്തിനാ മനുഷ്യരെ വിളിച്ചു വരുത്തി പാട്ടെഴുതിച്ചു? അതിനും ന്യായം വേണ്ടേ? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പൊതുവേ നല്ലതാണ്, പക്ഷേ ഈ പാട്ട് നന്നായില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്താ അർഹതയുള്ളത്? ഇയാൾ ആരും ഇവിടുത്തെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡൻ്റൊന്നും അല്ലല്ലോ, വെറും സാഹിത്യ അക്കാദമി, അതിൻ്റെ വെറും പ്രസിഡന്റ്, അത്രേ ഉള്ളൂ. ഇത് 5 കൊല്ലം കഴിയുമ്പോൾ മാറും. ഞാൻ വിപ്ലവകാലത്തിൻ്റെ കവിയല്ല, പീഡനകാലത്തിൻ്റെ കവിയാണെന്നൊക്കെ പുള്ളി പണ്ട് എഴുതിയിട്ടുണ്ട്. ഇയാൾക്ക് മൂലക്കുരുവിൻ്റെ പീഡ മാത്രമേ ഉള്ളൂ, അല്ലാതെ സത്യത്തിൽ ഇയാൾക്ക് ഈ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. ഉറൂബിനെ പോലെയൊക്കെ മാന്യന്മാരായ ആൾക്കാർ ഇരുന്ന സീറ്റാണത്. യൂസഫ് അലി കേച്ചേരി M3 പോലും വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുവരുന്നതാണ്. MT വാസുദേവൻ നായരെ പോലെ മഹാരഥന്മാരിരുന്ന സ്ഥലത്താണ് ഈ അല്പനായ സ്വയം പ്രഖ്യാപിത ദേശാന്തരിക കവി ഇരിക്കുന്നത്. ഞാൻ വളരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചു. ഇത് കാണുന്ന സംസ്കാര സമ്പന്നരായ ആളുകൾ ക്ഷമിക്കുക. സംസ്കാരം ഇല്ലാത്തതുകൊണ്ടല്ല, ഇവനെപ്പോലെയുള്ള സംസ്കാര രഹിതന്മാരെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് അസഭ്യ വാക്കുകൾ സ്വാഭാവികമായിട്ട് വന്നു പോകും. അത് എൻ്റെ കുഴപ്പമല്ല, മലയാള ഭാഷയുടെ കുഴപ്പമാണ്. നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞ പോലെ ഓണാട്ടുകര ഭാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആലങ്കാടൻ ഭാഷയുണ്ട് എന്ന് വെച്ചോളൂ. ഇയാളെപ്പോലെയുള്ളവരൊക്കെയാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയൊക്കെ താക്കോൽ നമ്മൾ ഏൽപ്പിച്ചത്. ഇത് തന്നെയാണ് ബാലേന്ദ്രൻ്റെ കാര്യത്തിലും പുള്ളി ചെയ്തത്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് അത്യാവശ്യം ടാക്സി കൂലി കൊടുക്കാൻ മടിയില്ലാത്ത ആളല്ല, അതിന് വരുമാനമില്ലാത്ത ആളുമല്ല. ദൈവാധീനം കൊണ്ട് അതിനൊക്കെ ഇന്ന് പുള്ളിക്ക് അവസ്ഥയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ സിനിമക്കാർക്കും മിമിക്രിക്കാർക്കും കൊടുക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ കവികൾക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, യാത്രപ്പടി പോലും അപര്യാപ്തമാണ് എന്നാണ്. അപ്പോൾ ആദ്യം പുള്ളി എന്ത് ചെയ്തു? സച്ചിദാനന്ദൻ പറഞ്ഞു, ബാലേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹത്തിന് കൂടുതൽ യാത്രപ്പടി കൊടുക്കേണ്ടായിരുന്നു. വെറും യാത്രപ്പടിയുടെ പ്രശ്നമൊക്കെ ചുരുക്കി. അത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് ഇഷ്ടമില്ലോ എന്ന് മനസ്സിലായത്, ഓർമ്മ വന്ന്. ഉടനെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഇത് സാഹിത്യ അക്കാദമിയെയും ജനകീയ സാഹിത്യത്തെയും താഴ്ത്തി കെട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആരും കണക്കാക്കരുത്. യാത്രപ്പടിയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് അക്കാദമി സെക്രട്ടറിയെ കണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ വാക്കൈ പൊത്തി നിന്ന് ഒരപേക്ഷ കൊടുത്ത് കൂടുതൽ വാങ്ങിക്കേണ്ടതായിരുന്നു. അത് പിന്നെ പത്രക്കാരെടുത്ത് പൊക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളി അതും പിൻവലിച്ചു. അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വാക്കിൻ്റെ പ്രസക്തി. ശ്രീകുമാരൻ തമ്പി പറഞ്ഞ പോലെ തന്തയ്ക്ക് പിറന്നവനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ബാലേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അക്കാദമി സെക്രട്ടറിയെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനെല്ലാം മാവിലായിക്കാരനെന്ന് പറയാം, അതിനും കുഴപ്പമില്ല. അതിന് പകരം ഈ നിലപാടുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി നേരത്തെ ഇതുപോലെ പ്രസംഗം നടത്തിയപ്പോഴും പറഞ്ഞാണ് സർക്കാരിനെ പരോക്ഷമായിട്ട് വിമർശിച്ചു എന്ന് പറഞ്ഞപ്പോൾ സഖാക്കൾ വാളെടുത്തപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി പറഞ്ഞത് ഛർദ്ദിച്ചത് മുഴുവൻ അതേപടി ഭക്ഷിച്ചു. ഈ പരിപാടിക്കാണ് നമ്മൾ മലയാളത്തിൽ മറ്റേ വാക്ക് പറയുന്നത്. അതല്ലാതെ ഇതിന് സഭ്യമായ യാതൊരു വാക്കുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.